ജിബു ക്രാഫ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സ്റ്റാൻഡിന്റെ വീഡിയോ ആണ്. അതായത് നമ്മൾ ഈ സ്റ്റാൻഡ് നല്ലൊരു എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ള ഒരു ആംഗിളിൽ നമ്മളെ ക്യാമറ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമിഴിലും ടൈറ്റിലൊക്കെ കണ്ടപ്പോൾ തന്നെ ഈ സ്റ്റാൻഡിന്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റാൻഡ് ഓൺലൈനിലൊക്കെ മേടിക്കാൻ പറ്റും. ഏകദേശം ഒരു 300-350 രൂപ എങ്ങനെ ഉണ്ടോ കറക്റ്റ് അറിയില്ല. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് നമുക്ക് ചെറിയ തുച്ഛമായ പ്രൈസിൽ നമുക്ക് എങ്ങനെ നമ്മളെ വീട്ടിലെ ആവശ്യമില്ലാത്ത എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഡെമോ ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു 4 പ്ലൈവുഡിൻ്റെ പീസാണ്. അപ്പോൾ ഈ ഒരു പ്ലൈവുഡ് എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ വിഡ്ത്ത് വരുന്നതാണ്. 2 സെൻറ്റിമീറ്റർ വിഡ്ത്തും 16 ഇഞ്ച് ലെങ്ത്തും വരുന്ന ഒരു 4 ഒരു പ്ലൈവുഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ഒരു ഷേപ്പ്, നമ്മളെ ഒരു ശവപ്പെട്ടിയുടെ ഒക്കെ ഷേപ്പിൽ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് മുറിച്ചെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മളിപ്പോൾ വരച്ചെടുത്തിരിക്കുന്നത്. വേറൊന്നല്ല, ഇവിടെ ഒരു 3 സെൻറ്റിമീറ്റർ മാർക്കിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ 2 അറ്റത്തിൽ നിന്നും 90 ഡിഗ്രി വെച്ചിട്ട് മാർക്കിട്ട് കൊടുത്തു. അതിനുശേഷം ഇവിടെ ഒരു 6 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ ഒരു മാർക്കിട്ടിട്ട് നമ്മളൊരു ലൈൻ വരച്ചു. എന്നിട്ട് താഴ്ന്ന് ഇവിടേക്കൊരു ലൈനും പിന്നെ മേലെ ഒരു 2 സെൻറ്റിമീറ്റർ ഇവിടുന്ന് ഈ ഒരു ഹൈറ്റ് 2 സെൻറ്റിമീറ്റർ വെച്ചിട്ട് നമ്മൾ ഒരു ട്രയാങ്കിൾ ഷേപ്പ് പോലെയും വെച്ചപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു പീസ് കിട്ടി. അങ്ങനെ അത് നമ്മൾ വെച്ചിട്ട് കണ്ടില്ലേ, കറക്റ്റ് നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ട്രയാങ്കിൾ ഷേപ്പിൽ 2 പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലെ ഒന്ന് സെലോ ടേപ്പ് വെച്ച് ഒന്ന് ചുറ്റിയിട്ടുണ്ട്. കാരണം ഇത് നേരെ പ്ലൈവുഡ് ആയതുകൊണ്ട് തന്നെ വേഗം മുടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് 3ഉം ഒരേ ഇതാണ് ലെങ്ത്ത്. 6 സെൻറ്റിമീറ്റർ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് 2 പീസ് വേണം. പിന്നെ സാധാ ഒരു പീസ്. അപ്പോൾ ഇത് ഒന്നെങ്കിൽ 2 എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ 1 എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു പീസും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ട്രയാങ്കിൾ എടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു 2 സൈഡും ഒന്ന് ഹോളിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ 2 സൈഡ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു അറ്റം പിടിച്ച് ചെയ്യരുത്, കുറച്ചൊന്ന് മാറിയിട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു ശവപ്പെട്ടി, അപ്പോൾ ഈ ഒരു ശവപ്പെട്ടീൻ്റെ ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഈ ഒരു ഭാഗം നമ്മളെ ഈ ഒരു ശവപ്പെട്ടിൻ്റെ ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് വേഗം മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു പോർഷൻ ഇതിന് കണക്ക് അളവാണ്. അപ്പോൾ ഇതിൻ്റെ നേരെ കറക്റ്റായിട്ട് മാർക്കിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ട് ഇവിടെ ഒരു മാർക്കിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെയും ഒരു മാർക്കിട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഹോൾ ഇടണം. അതുപോലെ തന്നെ ഈ ഒരു പീസും നമുക്ക് ഇതുപോലെ അടിയിൽ മാർക്കിട്ട് എടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു പീസും നമുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് ഹോളിട്ടെടുക്കാം ഫ്രണ്ട്സ്. അപ്പോൾ അത് നമ്മൾ ഹോളിട്ടെടുക്കാനുള്ളതൊക്കെ ഹോളിട്ട് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ഹോളിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ചിലതിൻ്റെയൊക്കെ നമ്മൾ പ്ലൈവുഡ് നേരിയതായതുകൊണ്ട് തന്നെ സൈഡിലൊക്കെ പോയി, പക്ഷേ നമുക്ക് കിട്ടും. നമ്മൾ ജസ്റ്റ് ഒന്ന് സെലോ ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇതേ നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ പീസിലും കണ്ടില്ലേ, നമ്മൾ ആവശ്യത്തിന് ഹോളിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഹോളിടുമ്പോൾ 3ഉം നമ്മൾ ഈ എല്ലാ ജോയിൻസും നമ്മൾ വെച്ച് നോക്കിയിട്ട് വേണം ഹോളിടാനായിട്ട്. അപ്പോൾ അത് കുറച്ചൊന്ന് ടൈം എടുക്കും. അപ്പോൾ ടൈം എടുത്തിട്ട് തന്നെ ചെയ്യുക, എന്നാലേ ആ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതിനൊന്ന് ഫിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ അതേ നമ്മളിപ്പോൾ കറക്റ്റ് ആംഗിളിൽ നമ്മൾ ഹോളിട്ടെടുത്ത ആ ഒരു ഭാഗമൊക്കെ കണ്ടില്ലേ, കറക്റ്റ് ആംഗിൾ നമ്മൾ ഈ ഒരു ആംഗിളും കറക്റ്റ് സെറ്റാക്കിയിരിക്കണം. അപ്പോൾ ഈ ഒരു കറക്റ്റ് ആംഗിളിൽ കറക്റ്റ് എല്ലാം വെച്ചിട്ടുണ്ട്. എവിടെയും വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പീസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ട്രയാങ്കിൾ ഇതിൻ്റെ അടിയിലും പിന്നെ ഇതും ഒന്ന് മേലെയും വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് നട്ടും ബോൾട്ട് ഇട്ടിട്ട് ഒന്ന് ടൈറ്റ് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഫിറ്റിങ് നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു നട്ടെടുത്തിട്ട് ഈ ഒരു പോർഷനിൽ
അവിടെ നമ്മൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഫസ്റ്റ് നമ്മൾ ഇതൊന്ന് ചെയ്ത് കൊടുക്കുക, ഈ ഒരു അറ്റം ചെയ്ത് കൊടുക്കുക, എന്നാലേ നമുക്കൊന്ന് കറക്റ്റ് ആ ഒരു ഇതിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ഒറ്റ പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിട്ട ഹോള് കുറച്ച് ചെറുതാണ്, അപ്പോൾ കുറച്ച് ടൈറ്റാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു നട്ട് കണ്ടില്ല, നല്ല ടൈറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇത് ഇവിടെ അടുത്ത നമ്മളിട്ട ഈ ഒരു ഹോളിലേക്ക് ഇതൊന്ന് കയറ്റി കൊടുക്കുക. അപ്പോൾ നല്ല ടൈറ്റിൽ ഇതൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ അടുത്ത ഇതിലും ഇത് ബോൾട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതും ഒന്ന് നട്ടിട്ടിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന ആംഗിളും മെഷർമെൻറ്റും ഒക്കെ കറക്റ്റാണ്, നമ്മൾ എവിടെയും ഒരു മിസ്റ്റേക്കും വന്നിട്ടില്ല. അപ്പോൾ കറക്റ്റായിട്ടാണ് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഇവിടെ ഒന്ന് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതേ ആ ഒരു ഏരിയ ആണ് ടൈറ്റ് ചെയ്യേണ്ടത്. നമുക്കിനി ഈ ഒരു ഭാഗം, ഈ ഒരു സെക്ഷന് നമുക്കൊന്ന് ഇതേപോലെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഈ ഒരു ഭാഗം നമുക്കൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ അടിഭാഗത്തുകൂടി ഒന്ന് ഇതിൻ്റെ ഈ ഒരു നട്ട് ഇതൊന്ന് കയറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് ടൈറ്റാണ്, അപ്പോൾ നമ്മളിതിങ്ങനെ തിരിച്ചാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, നമ്മളിത് തിരിച്ചല്ലാതെ ഇത് കയറുന്നില്ല. പിന്നെ നമ്മളെ പ്ലൈവുഡ് നേരിയതായതുകൊണ്ട് വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കുറച്ചൊന്ന് മെനക്കെട്ട് ചെയ്യുന്നത്. ഓക്കെ, അത് ഫില്ലായിട്ടുണ്ട്. നമുക്ക് ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ കണ്ടില്ല, അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി ഇതിൽ നട്ട് വെച്ചിട്ടൊന്ന് ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതുമായി നമുക്ക് ബാക്കി ഇതും കൂടി എല്ലാ ആംഗിളും വെച്ച് കറക്റ്റായിട്ടൊന്ന് ടൈറ്റ് ചെയ്തിട്ട് കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ അത് നമ്മൾ ഈ ഒരു ഭാഗവും അതെ ആ ഒരു ഭാഗവും ഈ ഒരു ഭാഗവും ഈ രണ്ട് ഭാഗവും കണ്ടില്ലേ, നമ്മൾ നല്ല നട്ട് ബോൾട്ടൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം കൂടിയേ നമുക്ക് അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ കറക്റ്റായിട്ട് ആംഗിളൊക്കെ നോക്കി വെക്കുക. അതിനുശേഷം ഇതിൻ്റെ അടിയിലേക്ക് കൂടി നമ്മൾ നേരത്തെ ചെയ്ത പോലെ നട്ട് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഫിറ്റിങ്സ് പരിപാടി മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ നമ്മൾ എല്ലാ ഭാഗവും കറക്റ്റായിട്ട് കണ്ടില്ലേ ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ട്രയാങ്കിൾ എടുക്കാൻ കാരണം നമ്മൾ ഈ ഒരു അറ്റം നമ്മൾ എടുത്തത് ഒരു സാധാ ഒരു ഇതാണ്. അപ്പോൾ ഇത് ഇവിടെ നമ്മൾ ട്രയാങ്കിൾ എടുക്കാൻ കാരണം നമുക്ക് ഇതിലെ നമുക്ക് എക്സ്ട്രാ ഒരു പൈപ്പോ മറ്റോ നമുക്ക് ഇവിടെ ഒരു നട്ട് ബോൾട്ട് ഇട്ട് ഫിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ നമുക്ക് എന്തെങ്കിലും സ്പോഞ്ച് പോലത്തെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ മൈക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നല്ലൊരു പ്രൊഫഷണൽ ലുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇത് നമ്മളെ സ്റ്റാൻഡ് ഇവിടെ കറക്റ്റായിട്ട് സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്റ്റാൻഡിൻ്റെ മേലെ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ടി മൈക്കിൻ്റെ ആ ഒരു സ്പോഞ്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ചെയ്തൊരു പരിപാടിയാണ് ഇത് നമ്മളെ സ്പ്രേ പെയിൻറ്റിൻ്റെ ഇതാണ് അടപ്പ്. അപ്പോൾ അതിലേക്ക് ഇതിൻ്റെ ഒരു ലെഗ്, അതായത് 2 ലെഗ് ഉണ്ട്, ഒരു ലെഗ് പുറത്തും ഒരു ലെഗ് ഉള്ളിലാക്കിയിട്ട് വെച്ചു. എന്നിട്ട് ഇതൊന്ന് സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കല്ലിട്ട് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ ഈ ഒരു സ്പ്രേ പെയിൻറ്റിൻ്റെ അടപ്പിൽ സൈഡിലൊരു ഹോൾ ഇട്ടിട്ട് നട്ടും ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്തു. പിന്നെ ഈ ഒരു സ്പ്രേ പെയിൻറ്റിൻ്റെ മൂടിയിൽ തന്നെ ഇതിൻ്റെ അടിഭാഗവും ഇത് ഈ ഒരു ടേബിളുമായിട്ട് അറ്റാച്ച് ചെയ്തു നട്ടും ബോൾട്ട് ഇട്ടിട്ട്. അപ്പോൾ പിന്നെ ഇത് ഇപ്പോൾ ഒരു ടേബിൾ ഉണ്ട്, ആ ഒരു ടേബിളിൽ ഒന്ന് ജസ്റ്റ് ഒന്നൊരു ചെറിയൊരു കയറിട്ട് കെട്ടി കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തതില്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ഹോളിട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗത്ത് ഹോളിട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു ടേബിളുമായിട്ട് ഒരു എക്സ്ട്രാ ഒരു പീസ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ, നട്ടും ബോൾട്ടും വെച്ച് അറ്റാച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനുശേഷം നമ്മളിത് ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്.
അപ്പം പിന്നെ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, നമുക്കിതിങ്ങനെ നമ്മളെ ആവശ്യത്തിന് ഇത് പൊക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിങ്ങനെ താത്തി വെക്കും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ നമുക്ക് ഇത്ര വരെ താത്താൻ പറ്റും. പിന്നെ ഇതേ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇത് കണ്ടില്ലേ, ഇങ്ങോട്ടായിട്ട് ഈ ഒരു സൈഡിലേക്ക് വരും. പിന്നെ അതേപോലെ തിരിച്ചങ്ങോട്ടേക്കും പോവും. അങ്ങനെ നമുക്ക് ഇതേപോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ളിടത്ത് ഇതിങ്ങനെ വലിച്ച് ഇതിൻ്റെ ലെങ്ത്തൊക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി സ്റ്റാൻഡാണ് ഇപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ഒരു ഫൈനൽ സ്റ്റേജ് വരുന്ന ഇത് നമ്മൾ പിന്നെ പെയിൻ്റൊക്കെ അടിച്ച് നല്ല അടിപൊളി ബ്ലാക്ക് പെയിൻ്റൊക്കെ അടിച്ച് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മൾ ഇൻഡോർ എടുക്കാനുള്ള 2 കാരണങ്ങളാണുള്ളത്. ഒന്ന് ഇതാണ് എൻ്റെ സ്റ്റുഡിയോ. അപ്പോൾ കുറച്ച് സെറ്റപ്പൊക്കെ മാറ്റിയിട്ട് നമ്മളെ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഇൻഡോർ എടുക്കാനുള്ള 2 കാരണമാണ്. ഒന്ന് ഈ ഒരു മൈക്ക് സ്റ്റാൻഡ് നമുക്ക് കാണിക്കണം. അപ്പോൾ സ്റ്റുഡിയോയിൽ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇത് മൈക്കൊന്ന് കാണിക്കുമ്പോൾ 2 പുറത്ത് മഴയാണ്, ലൈറ്റ് കുറവാണ്, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇൻഡോർ വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. പിന്നെ എല്ലാവരും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി വെക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് സക്സസ് ആയിട്ട് നല്ലതിൽ റൺ ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മളെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ഉപകാരമുള്ള സാധനം ആക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ ഈ ഒരു ചാനൽ എൻ്റെ C4 ക്രാഫ്റ്റ് യൂട്യൂബ് ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി തന്നെ ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇതിലും നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാൻ മതിയായിരിക്കും. ഇറ്റ്സ് മീ അമൻ മിർസ സൈനിങ് ഔട്ട്. ബൈ.